ക്രൂശിത രക്ഷക വിമോചന. നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആര് മൂലമാണോ നമുക്ക് മുറിവുണ്ടായത്, ആരാണോ നമ്മളെ വേദനിപ്പിച്ചത്, അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, ഈ നിമിഷം മുതൽ നിങ്ങളെ വേദനിപ്പിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരു കരുണക്കൊന്ത നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെല്ലുന്നത് മാറ്റിവെച്ചിട്ട് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഒരു കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങുക. പ്രാർത്ഥിക്കുന്നവരോട് ക്ഷമിക്കാൻ എളുപ്പമാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എന്നിട്ട് അവരോട് ക്ഷമിക്ക്. ആ സാഹചര്യത്തോട്, ആ സംഭവത്തോട്, ആ വ്യക്തികളോട്, ആ അനുഭവങ്ങളോടൊക്കെ ക്ഷമിക്ക്. എന്നിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യണം. എൻ്റെ കർത്താവേ, എൻ്റെ മനസ്സിനേറ്റ മുറിവ്, ആ മുറിവിൽ നിന്നും, ആ അസ്വസ്ഥതകളിൽ നിന്നും, ആ ഒറ്റപ്പെട്ടു പോയ, തകർക്കപ്പെട്ടു പോയ, കളിയാക്കപ്പെട്ട ആ അനുഭവത്തിൻ്റെ നടുവിൽ എൻ്റെ മനസ്സിലേക്ക് പ്രവേശിച്ച, എൻ്റെ ചിന്തകളിൽ പ്രവേശിച്ച, എൻ്റെ വൈകാരികതകളിൽ അധികാരമെടുത്ത തിന്മയിൽ നിന്നും എനിക്ക് സൗഖ്യം തരണമേ, എന്നെ കഴുകണമേ, എനിക്ക് സൗഖ്യം തരണമേ. ക്ഷമിക്കാൻ ഒരിക്കലും പറ്റില്ല എന്ന് കരുതുന്നവർ ആ പിശാചിൻ്റെ ബന്ധനത്തിലാണ്, വെറുപ്പിൻ്റെ ബന്ധനത്തിലാണ്. അവരെത്ര ഇങ്ങനെ ക്ഷമിക്കാൻ ശ്രമിച്ചാലും പറ്റിയെന്ന് വരില്ല. അതിൻ്റെ അടിസ്ഥാന കാരണത്തിൽ ഹീലിംഗ് നടക്കണം. നടക്കാതെ പറ്റില്ല. ആ വിഷയത്തെ മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും വിടുതൽ കിട്ടില്ല. ഞാൻ പറയാണ്, എനിക്ക് അവനെ കാണണ്ട, ഞാനവനോട് സംസാരിക്കാൻ പോകുന്നില്ല, ഞാനവനോട് മിണ്ടാൻ പോകുന്നില്ല, അവനായിട്ട് ഒരു ബന്ധവുമില്ല, പ്രശ്നമില്ല, തീർന്നു. ഞാൻ തല്ലാനും പോകുന്നില്ല, കൊല്ലാനും പോകുന്നില്ല, മിണ്ടാനും പോകുന്നില്ല, ഒന്നിനും ഞാൻ ഇനി അവനോട് പോകുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് കൊണ്ട് നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ വിടുതൽ കിട്ടില്ല. വിടുതൽ കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ മുറിവേറ്റ അനുഭവത്തിന്റെ പിന്നിലുള്ള വിഷയത്തെയും വ്യക്തികളെയും എടുത്തു വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും അവർ മൂലം എൻ്റെ ജീവിതത്തിലുണ്ടായ പൈശാചികതയുടെ, തിന്മയുടെ, വൈകാരിക സമ്മർദ്ദങ്ങളിൽ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് നീ എന്നെ കഴുകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ച് ആ വിഷയത്തിൽ സൗഖ്യമെടുക്കണം. അവൻ മുറിവേറ്റത്, അവൻ മുറിയപ്പെട്ടത് നമുക്ക് സൗഖ്യം തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെ തിരുമുറിവിലേക്ക്, തിരുവിലാവിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടുള്ള സകല മുറിവുകളെയും ചേർത്ത് വെച്ചിട്ട് എൻ്റെ കർത്താവേ നീ എനിക്ക് സൗഖ്യം തരാൻ പറ. ഈശോ തരും. നമ്മുടെ എല്ലാ മുറിവുകളെയും തിരുമുറിവുകളാക്കി മാറ്റിയാൽ അതിന് സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, യേശുവിനോളം സഹിച്ചതാരാവുള്ളേ? യേശുവിനോളം മുറിയപ്പെട്ടതായിട്ട് ആരാവുള്ളേ? യേശുവിനോളം തകർക്കപ്പെട്ടതായിട്ട് ആരാവുള്ളേ? യേശുവിനോട് ഒറ്റപ്പെട്ടു പോയ അനുഭവത്തിലൂടെ കടന്നുപോയ ആരാവുള്ളേ? ഭ്രാന്തനെന്നവനെ വിളിച്ചില്ലേ? തന്തയില്ലാത്തവനെന്നവനെ വിളിച്ചില്ലേ? എല്ലാവരും തള്ളിക്കളഞ്ഞില്ല, എല്ലാവരും ഉപേക്ഷിച്ചില്ല, ആരുമില്ല. മരിക്കേണ്ടി വന്നാലും നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞവൻ തള്ളിക്കളഞ്ഞില്ലേ? ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചില്ലേ? കൂടെ ചങ്കിനോട് ചേർന്ന് നടന്ന് 3 വർഷക്കാലം ഇങ്ങനെ കൂടെ നടന്നവൻ ചുംബിച്ചുകൊണ്ട് ഒറ്റക്കൊടുത്തില്ലേ? ശരീരത്തിൽ അടിയേൽക്കാത്തൊരിടവുമില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ അവന് രൂപഭംഗിയോ ആകാരഭംഗിയോ ഒന്നും ഉണ്ടായില്ല. അവന്റെ ശരീരത്തിൽ അടിയേൽക്കാത്തൊരിടവുമില്ല. അവന്റെ ശിരസ് മുതൽ പാദം വരെ ഉഴവുച്ചാൽ പോലെ ഉഴുതു മറിച്ചു. ഇത്ര സഹിച്ച നമ്മൾ ആരാവുള്ള ഈ ലോകത്ത്? ആ സഹനത്തിന്റെ പാരമ്യത്തിലും സ്വർഗത്തിന്റെ പദ്ധതിയോട് മാത്രം സഹകരിച്ചവനാണ് ഈശോ. അപ്പോൾ നമ്മുടെ ഇന്നിൻ്റെ അനുഭവങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ മുറിവുകളെ കർത്താവിൻ്റെ മുറിവുകളോട് ചേർത്ത് വെച്ചിട്ട് അവയെ തിരുമുറിവുകളാക്കി മാറ്റണം. അപ്പോൾ അതിന് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവിനോട് ചേർത്ത് വെക്ക്. യേശു സഹിച്ചത്രയും ഞാൻ ഇന്നോളം സഹിച്ചിട്ടില്ല. യേശു സഹിച്ചത് ഞാൻ സഹിച്ചിട്ടില്ല. യേശു മുറിവേറ്റ അത്രയും ഞാൻ മുറിവേറ്റിട്ടില്ല. യേശു വേദനിച്ചത്രയും ഞാൻ വേദനിച്ചിട്ടില്ല. ആ ഈശോയാ പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ പരിത്യജിച്ചിട്ട് നിങ്ങളുടെ കുരിശു എടുത്തിട്ട് തോളത്ത് വെച്ച് വാ, ഇനി എൻ്റെ പുറകെ വാ. ഈശോ എന്തിനാ മുറിവേറ്റേ? ഈശോ എന്തിനാ തകർക്കപ്പെട്ട? എന്തിനാ ഈശോ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്നറിയാവോ? ഞാനും നിങ്ങളും സമാനമായ അനുഭവങ്ങളിലൂടെ വരും നാളുകളിൽ കടന്നു പോകേണ്ട വരുമെന്ന് അറിയാമായിരുന്ന കർത്താവ് ആ അനുഭവങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ നിലപാടുകൾ എടുക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു. കൂപ്പുകരങ്ങളോടെ യൽധാരയിൽ സ്നേഹം മാത്രം പങ്കുവയ്ക്കാൻ അറിയുന്ന സ്നേഹനിധിയായ ഈശോയെ കാണാം. നിന്റെ ഹൃദയം, നിന്റെ ജീവിതം, നിന്റെ സ്വപ്നങ്ങൾ
നിന്റെ പ്രതീക്ഷകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായവൻ നിന്റെ മുമ്പിലുണ്ട്, നിന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ എല്ലാ മക്കളും ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 46:10 വചനം പറയുന്നു, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹൃദയ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിക്കേ മോളെ, ഒന്ന് ശാന്തമായിക്കേ മോനെ, നിന്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കിക്കേ. പറ്റണില്ലേ? തമ്പുരാനോട് പറ, തമ്പുരാനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ ഹൃദയം ഒന്നും ശാന്തമാക്കാൻ പറ്റണില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയില്ല, ആത്മാവാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതെന്ന്. നമുക്കറിയാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ആത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവിന്റെ സഹായം തേടുക എന്നുള്ളത്. തമ്പുരാൻ, ഈ നിമിഷം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എനിക്ക് എൻ്റെ മനസ്സ് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയത്തെ ശാന്തമാക്കാൻ പറ്റണില്ല. തമ്പുരാനോട് പറ, പ്രാർത്ഥനയിൽ ദൈവത്തോട് പറ, എനിക്ക് പറ്റണില്ല ദൈവമേ, എൻ്റെ ഹൃദയം ഒന്ന് ശാന്തമാക്കാൻ, എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കാൻ എനിക്ക് പറ്റണില്ല. ആത്മാവ് നിന്നെ സഹായിക്കും. അപ്പസ്തോലന്മാരെ, വിശുദ്ധരെ, രക്തസാക്ഷികളെ സഹായിച്ച അതേ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും. നിത്യസഹായകനാണ് അവൻ. അതങ്ങോട്ട് വിശ്വസിക്കും. ഇപ്പൊ തലയ്ക്കകത്ത് കിടക്കുന്ന പലതും നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നല്ലേ, അമിത സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ ജനിപ്പിക്കുന്നല്ലേ. എന്നാൽ നിന്റെ കൂടെ വസിക്കുന്ന ഒരാത്മാവുണ്ടെന്ന് ഒന്ന് വിശ്വസിക്കുന്ന, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം നിക്ഷേപിച്ച ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന്. അതിനാൽ നീ അറിയുന്നു ദൈവം നിന്നിലും നീ ദൈവത്തിലും വസിക്കുന്നുവെന്ന്. കാരണം ഈ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വസിച്ചു. നിന്റെ നെഞ്ചിന്റെ സകല വേദനകളും നൊമ്പരങ്ങളും അറിയുന്ന ഒരു ദൈവം നിന്റെ ചാരത്ത് തന്നെയുണ്ട്. ഇട്ടിട്ടെങ്ങും പോയിട്ടില്ല, അവൻ നിനക്ക് തുണയായിട്ടുണ്ട്. നിന്റെ സങ്കടങ്ങളെല്ലാം അറിയുന്നവൻ ഇയാൾ താരയിലുണ്ട്. തമ്പുരാനെ, നീ ഉള്ളതാണ് എനിക്കൊരാശ്വാസം, നീ മാത്രമാണ് എൻ്റെ ആശ്വാസം. എൻ്റെ വേദനകൾ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ, എൻ്റെ സങ്കടങ്ങൾ നീയെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ കടന്നു പോകുന്ന എൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ ഭാരം തമ്പുരാനെ നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിനുള്ള ഏകാശ്വാസം. തമ്പുരാനെ, എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എല്ലാം മറന്നൊന്ന് കരയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ജങ്കുപൊട്ടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തമ്പുരാനെ ഇന്ന് നീ മാത്രമേ എനിക്കുള്ളൂ. വേറെ ആരും എൻ്റെ കൂടെ ഇല്ല, വേറെ ആരുമില്ല എന്നെ ഒന്ന് ശ്രവിക്കാൻ പോലും. ഞാൻ ഏകാഗിയാണ്, ഞാൻ ഒറ്റപ്പെട്ടവളാണ്. ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. ഓ ദൈവമേ, നിന്റെ സ്നേഹത്താൽ ഈ മക്കളെ വിശുദ്ധീകരിക്കണമേ. മുട്ടുകുത്താം. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ സ്നേഹ സാന്നിധ്യത്തിൽ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ ദൈവം അനുവദിച്ചതിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.